നല്ല കർത്താവെ, 150 ദിവസം കൊണ്ട് സങ്കീർത്തന ധ്യാനം പൂർത്തിയാക്കുവാൻ അവിടുന്ന് അനുവദിച്ച മഹാകാരുണ്യത്തിനും സ്നേഹത്തിനും അടിയങ്ങൾ നന്ദി പറയുന്നു. അപ്പ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അവിടുത്തെ വചനം ഞങ്ങൾക്ക് വഴികാട്ടിയായി. അവിടുത്തെ അനന്തമായ സ്നേഹത്തിനും കരുതലിനും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. നല്ല ദൈവമേ, ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ ഉണർവിനും ഉൾക്കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദിയുള്ളവരായിരിക്കുന്നു. തുടർന്നും അവിടുത്തെ വചനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുവദിക്കണമേ. ഞങ്ങളുടെ കളിൽ അവിടുന്ന് വസിക്കുകയും ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വന്നു നിറയണമേ. 150 സങ്കീർത്തനം. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. തന്ത്രികളും കുടലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവജനമേ, സങ്കീർത്തനത്തിലെ അവസാന അധ്യായമായ സങ്കീർത്തനം 150 അധ്യായം സകല സൃഷ്ടികളും കർത്താവിനെ സ്തുതിക്കുന്ന ഒരു മഹത്തായ കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. ഈ സങ്കീർത്തനം കേവലം ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് ഒരു മനോഹരമായ സ്തുതിഗീതമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലും അവിടുത്തെ ശക്തിയുടെ ആകാശവിരിവിലും അവിടുത്തെ സ്തുതിക്കുവാൻ ഇത് ആഹ്വാനം ചെയ്യുന്നു. അവിടുത്തെ ശക്തമായ പ്രവൃത്തികൾക്കും അവിടുത്തെ അത്യുന്നത മഹത്വത്തിനും അനുസൃതമായി നാം അവിടുത്തെ സ്തുതിക്കണം. എല്ലാവിധ സംഗീതോപകരണങ്ങളും ഉപയോഗിച്ച് ഉച്ചത്തിലുള്ള കൈത്താളങ്ങളോടെയും തകിലുകൊട്ടിയും കിന്നരം മീട്ടിയും അവിടുത്തെ പുകഴ്ത്താൻ ഈ സങ്കീർത്തന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശ്വാസമുള്ളതെല്ലാം കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന ആഹ്വാനത്തോടെയാണ് ഇത് സമാപിക്കുന്നത്. ഇത് ആരാധനയുടെ സാർവത്രികതയെ വെളിപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, സങ്കീർത്തനത്തിൻ്റെ സമാപനമായി ഈ 150 സങ്കീർത്തനം വരുന്നത് അതീവ പ്രാധാന്യമർഹിക്കുന്നു. സങ്കീർത്തനങ്ങളിലെ ആദ്യ ഭാഗങ്ങളിൽ നാം കണ്ടത് കഷ്ടപ്പാടുകളും വിലാപങ്ങളും ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ആയിരുന്നു. എന്നാൽ അവസാനത്തേക്ക് വരുമ്പോൾ എല്ലാ വിലാപങ്ങളും മാറി സമ്പൂർണമായ സ്തുതിപ്പായി സ്തുതിഗീതങ്ങളായി മാറുന്നു. ഇത് വിശ്വാസത്തിൻ്റെ ഒരു യാത്രയെയാണ് സൂചിപ്പിക്കുന്നത്. കഷ്ടതകളിലൂടെ നാം കടന്നു പോകുമ്പോഴും അവസാനം ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനും അവിടുത്തെ സ്തുതിക്കുവാനും നമുക്ക് സാധിക്കണം. സങ്കീർത്തനാലയത്തിലെ ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതപ്പെട്ടതെങ്കിലും ഇത് എല്ലാ കാലത്തേക്കുമുള്ള ഒരു സന്ദേശമാണ്. നമുക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന ഒരു ഹൃദയത്തിൽ നിന്ന് മാത്രമേ യഥാർത്ഥ സ്തുതി ഉയരുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ തിരക്കേറിയ ലോകത്തിൽ നമുക്ക് പലപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ സമയം കിട്ടാറില്ല. ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നാം ദൈവത്തെ പാടെ വിസ്മരിക്കുന്നില്ലേ? ഉദാഹരണത്തിന്, ഒരു വലിയ പരീക്ഷയിൽ വിജയിക്കുമ്പോഴോ ജോലി ലഭിക്കുമ്പോഴോ രോഗസൗഖ്യം ലഭിക്കുമ്പോഴോ നാം സന്തോഷിക്കും, പാർട്ടികൾ നടത്തുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിലുള്ള ദൈവത്തിൻ്റെ കരുത്തെ നാം തിരിച്ചറിയാറുണ്ടോ? നമ്മുടെ കഴിവുകളിലും നേട്ടങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അതിനൊക്കെ കാരണഭൂതമായ ദൈവത്തെ സ്തുതിക്കാൻ നാം തയ്യാറാകണം. ആധുനിക കാലത്തെ സന്തോഷങ്ങളും ആഘോഷങ്ങളും ദൈവകേന്ദ്രീകൃതമാകുമ്പോഴാണ് അത് പൂർണ്ണതയിലെത്തുക. ഈ സങ്കീർത്തനം പുതിയ നിയമത്തിലെ കാഴ്ചപ്പാടുകളുമായി അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സ്തുതിയുടെ ഉദാഹരണം. അവിടുന്ന് തൻ്റെ ജീവിതത്തിലൂടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടുത്തെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കുകളും ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. കുരിശിലെ യാഗത്തിലൂടെ അവിടുന്ന് പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റി. അതുവഴി ദൈവമഹത്വം വെളിപ്പെടുത്തി. കർത്താവായ യേശുവിൻ്റെ ജീവിതം ഒരു സമ്പൂർണമായ ആരാധനയായിരുന്നു. അവിടുന്ന് തൻ്റെ ശരീരത്തെ ജീവനുള്ള ബലിയായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അർപ്പിച്ചു. പുതിയ നിയമ വിശ്വാസികളായ നാം നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ആ വിളി നാം സ്വീകരിച്ചേ മതിയാകൂ.
യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങി ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ സ്തുതിയുടെ മനോഭാവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതം സ്തുതി നിറഞ്ഞതും വിശുദ്ധി ഉള്ളതുമാകുമ്പോൾ നമുക്ക് അവിടുത്തെ വരവിനായി ധൈര്യത്തോടെ കാത്തിരിക്കുവാൻ സാധിക്കും. പാപക്കറ പുരളാത്ത ഒരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നാം ഓരോരുത്തരും എന്നുള്ളത് മറക്കണ്ട. നമ്മുടെ ഹൃദയങ്ങളും ഭവനങ്ങളും ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുക്കിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെതിരായുള്ള തിന്മ ഒരിക്കലും ദൈവപിതാവ് മറക്കില്ല എന്നുള്ളത് കർത്താവ് രേഖപ്പെടുത്തിയതായി വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തെ സ്തുതിക്കുന്നത് ഒരു ഭാരമായിട്ടല്ല, മറിച്ച് ഒരു സന്തോഷമായിട്ടാണ് നാം കാണേണ്ടത്. നാം അവിടുത്തെ സൃഷ്ടികളാണ്, കുശവൻ്റെ കയ്യിലെ കളിമൺ പാത്രങ്ങൾ മാത്രം. സങ്കീർത്തനം 150 നമ്മെ പഠിപ്പിക്കുന്നത് ആരാധന എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അസ്തിത്വത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കൈവശമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മുഴുവൻ ശക്തിയോടെയും അവിടുത്തെ സ്തുതിക്കണം. ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ, എന്ത് മീഡിയ ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നേരിട്ട് പോയി വചനം കേൾക്കാനുള്ള ഓപ്ഷൻ ആണെങ്കിൽ അങ്ങനെ നാം അവിടുത്തെ ദൈവം തന്നിരിക്കുന്ന മാർഗങ്ങൾ, സംവിധാനങ്ങൾ ദൈവത്തിന് വേണ്ടി അർപ്പിച്ച് അവിടത്തേക്ക് സ്തുതി അർപ്പിക്കണം. ഇത് നമ്മുടെ ആത്മാവിന് ഉണർവും നവോന്മേഷവും നൽകുന്നു. അതിനാൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാനുള്ള അവസരമായി കാണണം. ഇന്ന് വീണ്ടും അവിടുന്ന് നമുക്ക് ഈ ദിവസം നൽകിയിരിക്കുകയാണ് അവിടുത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും. സഹോദരങ്ങളെ, ഈ ദിവസം വെറുതെ കടന്നു പോകരുത്. ഇന്നലത്തെ പോലെ പാഴായി പോകരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധിയിൽ ചരിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ നാം പരിശ്രമിച്ചേ മതിയാവും. ഇന്ന് സങ്കീർത്തന ധ്യാനം പൂർത്തിയാകുകയാണ്. 150 ദിവസമായി നാം ദൈവവചനത്തിൽ ആഴപ്പെട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവപിതാവിനെ വിളിച്ചപേക്ഷിക്കുകയും നല്ല തീരുമാനങ്ങൾ എടുക്കുകയും നാം ചെയ്തു പോന്നു. പലർക്കും ഈ യാത്രയിൽ ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് ഞാൻ ദൈവപിതാവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവവചനം നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നാം ആഗ്രഹിക്കാത്തതുകൂടി ദൈവപിതാവ് ചേർത്ത് നൽകുന്നു എന്ന് നാം മനസ്സിലാക്കണം. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നമുക്ക് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ഈ ജീവിതയാത്ര, ആത്മീയ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. വചനം കേൾക്കുവാനും വചനം വിചിന്തനം ചെയ്യുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും തീക്ഷ്ണതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സഹോദര, സഹോദരി, സങ്കീർത്തന ധ്യാനം ഇന്ന് അവസാനിക്കുന്നുണ്ടെങ്കിലും ദൈവവചനം ജീവനുള്ളതായതിനാൽ അതിലേക്കുള്ള ലിങ്കുകൾ, ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള 150 ദിവസത്തെയും ലിങ്കുകൾ ദിവസവും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നാളെ മുതൽ നാം വെളിപാടിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ട് ഒരു പുതിയ ധ്യാനയാത്ര ആരംഭിക്കുകയാണ്. എല്ലാവരെയും ഈ വചന ധ്യാന യാത്ര തുടരുവാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മെ തന്നെ ദൈവവചനത്താൽ നിറയ്ക്കാം. പരിശുദ്ധാത്മാവിനെ നമ്മിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാം. അങ്ങനെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങിയിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.